വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പോലീസിന്റെയും വീഴ്ചകൾ അക്കമിട്ട് പറഞ്ഞാണ് കോടതിയുടെ വിമർശനം. പോലീസിന്റെ വീഴ്ചകൾ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലിനെ തുടർന്നുണ്ടായതാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. 6 വയസ്സുകാരിയുടെ മരണം അറിഞ്ഞിട്ടും 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സംഭവ സ്ഥലത്തേക്ക് വണ്ടിപ്പെരിയാർ എസ്എച്ച്ഒ എത്തിയത് 2ാം ദിവസമാണ്. ഇവിടെ തുടങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പോലീസിന്റെയും വീഴ്ച. കുട്ടി തൂങ്ങി നിന്നിരുന്ന സ്ഥലത്തു നിന്നുള്ള രക്തം, മലം, മൂത്രം എന്നിവ സുപ്രധാന ഘടകങ്ങളാണെങ്കിലും അന്വേഷണ രേഖകളിൽ ഇത് ഇടം പിടിച്ചില്ല. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് വിരലടയാളം പോലും ശേഖരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. കുട്ടിയെ കെട്ടിത്തൂക്കിയ വസ്ത്രമെടുത്ത അലമാര അന്വേഷണ സംഘം പരിശോധിച്ചില്ല. കൊലപാതകം നടന്ന റൂമിലെ തെളിവുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു. സുപ്രധാന തെളിവായ തോർത്തും കത്തിയും ബെഡ്ഷീറ്റും സീൽ ചെയ്ത് സൂക്ഷിച്ചില്ല. മാത്രമല്ല, പ്രോസിക്യൂഷൻ സാക്ഷിയുടെ മൊഴിയിലെ പൊരുത്തക്കേട് വിശദീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. തെളിവ് ശേഖരണത്തിൽ അടിമുടി അലംഭാവം കാണിക്കുകയും വിരലടയാളം ശേഖരിക്കാത്തതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റേത് ദുർബല ന്യായമാണെന്നും കോടതി പറയുന്നു. അർജുൻ പ്രതിയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും വിധിയിൽ പറയുന്നു. കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണം ശക്തമാകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായ ഈ വീഴ്ചകൾ ഇത്തരം ഇടപെടലുകളെ തുടർന്നുണ്ടായതാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ജനം, ഇടുക്കി.